വായനാ ദിനാചരണത്തിൻ്റെ ഭാഗമായി മർക്കസ് നോളജ് സിറ്റിയിലെ ജീവനക്കാർക്കിടയിലുള്ള 3 വായനക്കാരെയാണ് ഇന്ന് ആദരിക്കുന്നത്. 3 പേരും 3 തസ്തികകളിൽ മർക്കസ് നോളജ് സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിലായിക്കൊണ്ട് സേവനമനുഷ്ഠിക്കുന്ന മാന്യ വ്യക്തികളാണ്. ഈ വ്യക്തികളെ അവരുടെ വായനയുടെ പേരിൽ നിന്ന് ആദരിച്ചിരിക്കുകയാണ്. ഇവരുടെ വായനാലോകം നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം മർക്കസ് നോളജ് സിറ്റിയിലെ സീനിയർ ഫിനാൻസ് മാനേജർ പ്രജീഷ് രാജേന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നു. പ്രജീഷ് സാറ് വയനാട്ടുകാരനാണ്, ഒരുപാട് വായിക്കാറുണ്ട്. തീർച്ചയായും ഈ വായനാലോകത്തേക്ക് എങ്ങനെയാണ് ഇങ്ങനെ കടന്നു വന്നത്? എൻ്റെ ഫാദറാണ് 4ാം ക്ലാസ് 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് മുഖപ്രസംഗം എഡിറ്റോറിയൽ എന്ന് പറയുന്ന അത് വായിച്ചാണ് തുടങ്ങുന്നത്. പിന്നീട് ഒരു +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ആക്റ്റീവ് റീഡിങ്ങിലേക്കൊക്കെ വന്നിട്ടുള്ളത്. വായന വളരെ ഫാസിനേറ്റിംഗ് ആയി തോന്നി. കുറേയൊക്കെ വായിച്ചു കഴിഞ്ഞ് പിന്നെ നമുക്കൊരു ഇഷ്ടം നമ്മൾ കണ്ടെത്തി, ഇതാണ് എൻ്റെ ഒരു സ്റ്റൈൽ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ തന്നെയാണ് പുതിയ പുതിയ സാധനങ്ങൾക്ക് വായിൽ എത്തിച്ചത്. ഏതൊക്കെ തരത്തിലുള്ള പുസ്തകങ്ങളാണ് വായിക്കാറുള്ളത്? സെൽഫ് ഹെൽപ്പ് കാറ്റഗറിയിലുള്ള പുസ്തകങ്ങളാണ് തുടങ്ങിയത്. പക്ഷേ ആ സെൽഫ് ഹെൽപ്പ് കാറ്റഗറിയിലെ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് ആ ഓഥർമാർ അവരെ സ്വാധീനിച്ച മറ്റു പുസ്തകങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. അങ്ങനെയുള്ള പുസ്തകങ്ങളിലേക്ക് പിന്നെ കയറി പിടിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു വൈഡ് വെറൈറ്റി ഓഫ് സാധനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വായിക്കും. അത് ഓട്ടോബയോഗ്രഫി ഉണ്ട്, മെമ്മോയർ നോക്കലുണ്ട്, പ്ലസ് പിന്നെ ആക്ച്വൽ ഈവൻസിനെ പറ്റിയുള്ള കേസുകൾ അത് നോക്കലുണ്ട്, പിന്നെ ഹിസ്റ്ററി, അതുപോലെ തന്നെ മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട കേസുകൾ നോക്കലുണ്ട്, പിന്നെ ടെക്നോളജി വായിക്കലുണ്ട്. ഒരു ഫിനാൻസ് ഓഫീസറായ പ്രജീഷ് സാറാണ് വിശാലമായ വിവിധ ഭാഗങ്ങളിലൂടെ വിവിധ തരത്തിലുള്ള വായനാലോകത്തിലൂടെ കടന്നു പോകുന്നു. മറ്റൊരാൾ ഫെസിലിറ്റി ഓഫീസറാണ്. യഥാർത്ഥത്തിൽ ഫെസിലിറ്റിക്ക് വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കുന്നൊരു മനുഷ്യനാണ്. ഇതിനിടയിലൂടെ തന്നെ പലയിടത്തും ക്വിസ് മാസ്റ്ററായിട്ടാണ് അസീസ്കയെ നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അസീസ്ക, ഈ വായനാലോകം എങ്ങനെയാണ് ഇത് തുടങ്ങിയത്? വായനയുടെ ലോകത്തിലേക്ക് വരുന്ന ജ്യേഷ്ഠൻ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു ഗോവ മുഹമ്മദ് അലി എന്ന നാട്ടിൽ അറിയപ്പെടും. അദ്ദേഹത്തിൻ്റെ ശേഖരണത്തിൽ നിന്ന് ആണ് ആദ്യമായിട്ട് വായനയുടെ ഒരു ലോകം കാണുന്നത്. ബാലരമയിലൂടെ അല്ലെങ്കിൽ ബാലമംഗളത്തിലൂടെ എനിക്ക് വേണ്ടി വാങ്ങി കൊണ്ടുവന്ന് എന്നെ വായിപ്പിക്കാൻ പ്രചോദനം നൽകിയത് എൻ്റെ ജ്യേഷ്ഠൻ മുഹമ്മദ് അലി എന്നവരാണ്. അവരിൽ നിന്നാണ് പുസ്തകങ്ങളുടെ വായനാ ലോകത്തിലേക്ക് കുട്ടിക്കാലത്ത് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഉസ്താദ് CT അബ്ബാസ് സാഴി, കുമരമ്പത്തൂർ അബ്ബാസ് സാഴി എന്ന് പറയുന്ന ആ ഉസ്താദ് വായനയ്ക്ക് വേണ്ടി ഒരുപാട് പ്രചോദനം നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് വായനയുടെ ഒരു ലോകത്തിലേക്ക് വരുന്നത്. ഏതൊക്കെ തരത്തിലുള്ള പുസ്തകങ്ങളാണ് വായിക്കാറുള്ളത്? ആത്മകഥകളാണ് ഏറ്റവും കൂടുതൽ വായിക്കുന്നത്. പിന്നെ ഇതിലൊരു മൊല്ലാഖയുടെ മകൻ എന്നുള്ള നിലയ്ക്ക് ഇസ്ലാമികപരമായിട്ടുള്ള പുസ്തകങ്ങൾ, മഹാന്മാരായ ഉസ്താദുമാരുടെ ജീവിത ചരിത്രങ്ങൾ, അതിലൂടെയാണ് പുസ്തകത്തിന്റെ പുറംലോകം അറിയപ്പെടുന്നത്. നല്ല തിരക്കുള്ള ലൈഫാണ്. ഇതിനിടയിലൂടെ നല്ല സമയം കണ്ടെത്തേണ്ടത് എങ്ങനെയാണ് സാധിക്കുന്നത്? അതിനുവേണ്ടി നമ്മൾ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളത് നമ്മൾ സ്വമേധയാ തീരുമാനിക്കേണ്ട ഒരു സംഭവമാണ്. എൻ്റെ വർക്ക് പോലെ എന്നിൽ അർപ്പിതമായ കർത്തവ്യമാണ് 1.5 മണിക്കൂർ മുതൽ അതല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് വരെ അതിനുവേണ്ടി ചെലവഴിക്കുക, എന്നിട്ടേ ഉറങ്ങുള്ളൂ എന്നുള്ളത്. അന്നേ ദിവസം ഗുളിക കഴിക്കാൻ മറക്കാത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു സംഭവമാണ് ഒരു ദിവസം ഒരു പുതിയ അറിവ്. അതെന്തുമാവാം. പ്രൊഫസർ വലിയ ഉത്തരവാദിത്തമാണ്, സീനിയർ ഫിനാൻസ് ഓഫീസറാണ്. അപ്പോൾ ഈ തിരക്കിനിടയിൽ ഉത്തരവാദിത്തത്തിനിടയിൽ ഒരുപാട് വായിക്കാറുണ്ട്. അതിനെ അത് എനിക്ക് എന്നെ പഠിപ്പിച്ചൊരു സാറ് പറഞ്ഞ കാര്യമാണ്, എല്ലാം ചെയ്യുന്നവൻ എല്ലാം ചെയ്യാം, ഒന്നും ചെയ്യാത്തവന് എക്സ്ക്യൂസ് ഉണ്ടാവും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്നും ഞാൻ മനസ്സിൽ കണ്ടുകൊടുക്കും. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെന്നും എന്ത് പ്രശ്നം വന്നാലും ഇത് ഞാൻ എപ്പോഴും മനസ്സിൽ കാണും. എല്ലാം ചെയ്യുന്നവൻ എല്ലാം ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒക്കെ എന്ന് പറഞ്ഞാൽ 1 hour, മോർണിംഗ് 1 hour, ദാറ്റ്സ് ഇറ്റ്. അതൊക്കെ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും കുറച്ച് കാര്യങ്ങൾ, ഒരു 10 പേജ്, ദാറ്റ്സ് ഇറ്റ്. അതാ ഇപ്പോഴത്തെ ടാർഗറ്റ്. 10 പേജ് അല്ലെ 1 hour, ഏതാണ് ഫസ്റ്റ് എത്തുന്നത് അവിടെ നിർത്തും, എന്നിട്ട് അടുത്തവനെ വായിച്ച് പോകാണ് ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യലുണ്ട്. അതുപോലെ കണ്ടിന്യൂസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മറ്റൊരാൾ മർക്കസ് നോളജ് സിറ്റിയിലെ സെക്യൂരിറ്റി സ്റ്റാഫാണ്. പലപ്പോഴും നമ്മൾ സെക്യൂരിറ്റി ക്യാബിനിൽ പോലും വലിയ പുസ്തകങ്ങൾ കാണാറുണ്ട്. ഇംഗ്ലീഷ് പുസ്തകങ്ങളും അതുപോലെ വലിയ ക്ലാസിക്കുകളും ഒക്കെ നമ്മളവിടെ കാണാറുണ്ട്. എങ്ങനെയാണ് ഈ വായനാ ലോകത്തേക്ക് ഇങ്ങനെ അധികം എത്തുന്നത്? വായനാ ലോകത്ത് ഒരു ചിട്ടയില്ലാത്ത ജീവിതമായിരുന്നു. അത് കുറച്ച് വായിക്കലൊക്കെ തുടങ്ങിയ ശേഷം പിന്നെ ഒരു ചിട്ടയോടുള്ള ജീവിതമായി സമയം കണ്ടെത്തി. സാറ് പറഞ്ഞപ്പോഴും ഈ 1-2 മണിക്കൂർ അതിന് വേണ്ടി എല്ലാ സമയം പോലെ അതിൽ കണ്ടെത്തുക. നിങ്ങൾ ഈ വായനാ ലോകത്ത് പ്രത്യേകിച്ച് ലൈബ്രറിയിൽ ഒരുപാട് കാലം സേവനം അനുഷ്ഠിച്ചിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ജീവിതത്തിൽ സ്വാധീനിച്ചു? അത് ഒരുപാട് അറിവുകളും ഒരുപാട് പുസ്തകങ്ങളായിട്ട് നമുക്ക് പെരുമാറാനും ഒത്തൊരുപ്പിക്കാനുള്ള ഒരു അവസരം അവിടെ കിട്ടി. വലിയ വലിയ മഹാന്മാരുടെ പുസ്തകങ്ങളൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു കിട്ടി. അങ്ങനെയാണ് പുസ്തകത്തിനോട് പ്രേമം തോന്നുന്നത്. എവിടെയാണ്? കോഴിക്കോട് മാനാഞ്ചിറ ലൈബ്രറി, അങ്ങനെ ആ പേരുള്ളൂ, മാനാഞ്ചിറ ലൈബ്രറി. 9 വർഷം ആ പണിയെടുത്തു. രാത്രി പകലും ഒക്കെ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിലൂടെ വായിക്കാൻ എപ്പോഴാണ് സമയം കണ്ടെത്തുന്നത്? എല്ലാ കാര്യത്തിനും സമയം കണ്ടെത്താം. നമ്മൾ ഒഴിവുള്ള സമയത്തെല്ലാം അത് നമുക്ക് എല്ലാം ചെയ്യുന്നത് പോലെ അത് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ സമയം കണ്ടെത്താൻ പറ്റുമോ? ഓക്കെയാണ്, സമയം കണ്ടെത്തും. അപ്പോൾ ഇതിന് പുസ്തകങ്ങൾ ലഭിക്കാനൊരു പ്രയാസം ഉണ്ടാവും, കാരണം നല്ല സാമ്പത്തിക ആവശ്യമുണ്ടാവും, അല്ലെങ്കിൽ ലൈബ്രറിയെ ആശ്രയിക്കണം. എങ്ങനെയാണ് പുസ്തകങ്ങൾ കണ്ടെത്തുന്നത്? അത് വലിയൊരു വിഷയമാണ്. എന്നാലും പൈസ സ്വരൂപിച്ച് ഒരു 2 പുസ്തകം കിട്ടണം. മാക്സിമം 1000 റുപ്യ ആണോ, അതെല്ലാം കൂടി സ്വരൂപിച്ച് വെച്ച് ബാക്കിയുള്ള എല്ലാ ചിലവ് കുറച്ച് 1000 റുപ്യ ശേഖരിച്ച് 2 പുസ്തകമായി വെക്കും. മാസത്തിൽ 2-3 പുസ്തകമായി വെക്കും. സ്വന്തമായ പുസ്തകങ്ങൾ തന്നെയാണ്? അതെ, സ്വന്തമായിട്ടുള്ള പുസ്തകമായി വെച്ച് കഴിഞ്ഞ് അത് അവിടെ വെക്കുക. മറ്റുള്ള പുസ്തകമൊന്നും ആവശ്യമില്ല, സ്വന്തമായിട്ട് വാങ്ങി വെക്കും. അപ്പോൾ വലിയൊരു പുസ്തക ശേഖരം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും? തീർച്ചയായും ശേഖരണങ്ങളുണ്ട്. ഇതിൽ ഏതൊക്കെ തരമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്? എല്ലാ തരം പുസ്തകങ്ങളും ഞാൻ വായിച്ച് ശീലിച്ചിട്ടുണ്ട്.
അത് ഭാഷകൾ പ്രശ്നമല്ല. ഭാഷ അറിഞ്ഞുകൂടെങ്കിൽ ആ പുസ്തകം കണ്ടാൽ ഞാനത് വാങ്ങിക്കൊണ്ട് വെക്കും. ഏതൊക്കെ ലാംഗ്വേജിലുള്ളത് വായിക്കാറുണ്ട്? ഇംഗ്ലീഷ് അറിഞ്ഞുകൂടെ, എന്നാലും ഇംഗ്ലീഷും വായിക്കും, അറബി വായിക്കും, മലയാളവും വായിക്കും. വായനാ ദിനത്തിൽ വ്യത്യസ്തമായ വായനാശീലമുള്ള ജീവനക്കാർക്കിടയിൽ തന്നെ വിവിധ ജീവിത ചുറ്റുപാടുകൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ വായിക്കുന്ന 3 മനുഷ്യരെയാണ്, 3 നോളജ് സിറ്റിക്കാരെയാണ് നമ്മൾ കണ്ടത്.